കണ്ണീര് വീണ റൗളയുടെ അടുത്തൂടെ നടന്നു പോകുമ്പോ ദൂരത്തായിരുന്നു ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ട് എവിടെയോ ആണ്, ഒരുപാട് ആൾക്കൂട്ടമാണ്, ആയിരങ്ങൾ കണ്ണീരൊഴുക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മദീന മാത്രം. കോടാനുകോടിയുടെ കണ്ണീര് വീണിട്ട് ഉപ്പ് രുചിയായി മാറിയ ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയുടെ മൺതരികൾ മാത്രം. 1500 കൊല്ലം മുമ്പ് ജീവിച്ച, കണ്ണുകൊണ്ട് രൂപം കാണാത്ത, കാതുകൊണ്ട് ശബ്ദം കേൾക്കാത്ത ഒരാൾക്ക് വേണ്ടി തലമുറകൾ കരയുന്ന മഹാത്ഭുതം കാണണമെങ്കിൽ മദീനയിൽ ചെന്ന് നിൽക്കൂ, റൗള ഷരീഫിന്റെ അടുത്തൂടെ നടന്നു പോകൂ. കണ്ണീരിന്റെ പ്രവാഹമാണ്. ചിലർ നിയന്ത്രിച്ചുകൊണ്ട് ഒതുക്കിക്കരയുന്നു, ചിലർ പൊട്ടിക്കരയുന്നു, ചിലർ നെഞ്ച് പിളർക്കുന്ന പൊട്ടിക്കരച്ചിൽ, ചിലർ ആർത്തട്ടഹസിക്കുന്നു. പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പൊട്ടിക്കരയുന്ന കണ്ണീരിന് തടയിടാൻ ആർക്കാണ് സാധിക്കുക? 1500 കൊല്ലം മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ ഒരു ഇതിഹാസത്തിന് വേണ്ടി തലമുറകൾ കരയുന്ന മഹാത്ഭുത നഗരിയെ മദീന, അത് കണ്ണീരിന്റെ നഗരിയെ. അവിടെ വെച്ച് കണ്ണീര് തൂകിക്കൊണ്ട് നിൽക്കാൻ ആൾക്കൂട്ടത്തിൽപ്പെട്ട് ദൂരേക്ക് തെന്നിപ്പോയപ്പോ തോന്നി അടുത്തെത്താൻ കഴിയില്ലേ എന്ന്. പക്ഷേ റൗള ഷരീഫിന്റെ തൊട്ടടുത്തൂടെ പുണ്യറബി കിടക്കുന്നതായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൗള ഷരീഫിന്റെ തൊട്ടടുത്തുള്ള അഴികൾക്കടുത്തെത്തിയപ്പോഴോ ദൂരെ നിൽക്കുന്നവനതാ അടുത്തെത്തിയിരിക്കുന്നു. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, പലവട്ടം റൗളയെ ചാരിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം